Hey, Ashok, hi da. What a pleasant surprise. എന്താടാ എന്താ പരിപാടി? ഒരുപാട് ചിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് എന്തൊക്കെയാടാ അതെ ഇങ്ങനൊക്കെ പോകുന്നു. നിന്റെ ടൈമല്ലേ ഇപ്പോ. നടക്കട്ടെ. അല്ല വൈകിട്ട് നീയും പ്രിയ എന്താ വരാഞ്ഞത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി എന്തെല്ലാം അറേഞ്ച് ചെയ്തെന്നറിയാവോ? ഹേയ്, വരേണ്ടവരങ്ങോട്ട് വന്നില്ലേ? പിന്നെ ഞങ്ങള് വന്നിട്ട് എന്ത് ചെയ്യാനാ? അത് ശരി, പോയ കാര്യം എന്തായി? ഹെഡോ ടൈലോ, ടൈലോ ഹെഡോ, ഹെഡോ ടൈലോ? ഹെഡും ടൈലും ഒന്നും അല്ലടാ വീണത്. നീ വന്നാ എനിക്കതൊരു ഉപകാരമായേനെ. ഇതിപ്പോ അവളുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കാനാണ് എന്റെ വിധിയെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാടാ? ഒന്നും ആയില്ല. ഏയ്, എന്താടാ ഈ പറയുന്നേ? സീത അങ്ങോട്ട് വന്നതല്ലേ? ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നതാ. എല്ലാം സംസാരിച്ചല്ലോ അല്ലേ? നമ്മുടെ സീതയില്ലേ, ഓഫീസിൽ നിന്ന് ഇറങ്ങി തിടുക്കത്തിൽ പുറത്തേക്ക് പോയ പോക്ക് കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. പ്രിയ ഓക്കെ പോവാന്ന് പറഞ്ഞതാ, ബട്ട് ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. എടാ പറയ്, എന്തൊക്കെയാ പറഞ്ഞത്? അതേടാ, നോർമലായിട്ട് തന്നെ. നീ ബോസ്, ഞാൻ എംപ്ലോയി. ഒരു എംപ്ലോയി ഒരിക്കലും ഒരു ബോസുമായിട്ട് ഇത്ര ക്ലോസ് ആവാൻ പാടില്ല. സെയിം, സ്ഥിരം പറയുന്നത് തന്നെ. അതല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ലടാ. എന്ത്? അപ്പോ സീത നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിലല്ലേ അവൾ അങ്ങനെ പറയൂ. ഹേയ് ഹേയ്, സത്യം പറ. സത്യമാടാ അശോക. എന്റെ വിഷമമൊക്കെ ഞാൻ ആരോടെ ചെന്ന് പറയുക? എടാ, അറ്റ്ലീസ്റ്റ് നീയെങ്കിലും സ്നേഹിച്ചും പ്രണയിച്ചും ഒക്കെ എൻജോയ് ചെയ്യടാ. നീ എന്തായാലും പ്രിയ വിളിക്ക്. പാവം നിന്റെ കോള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. കോൾ ചെയ്യടാ. എന്നെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ. ബൈ. ഹേയ് ഹേ നിക്ക്. ബൈ. ഹേ നിക്ക്, ഒരു മിനിറ്റ്. എടാ നിക്കടാ. അയ്യടാ, സീതയുടെ പോക്ക് കണ്ടപ്പോ എന്തൊക്കെയോ നടക്കുമെന്ന് കരുതിയതാ. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ലേ? ഗുഡ് മോർണിംഗ് പാപ്പജി. ഗുഡ് മോർണിംഗ് ഏട്ടാ. എഴുന്നേറ്റോ? എപ്പോഴേ എഴുന്നേറ്റു. കോഫി കുടിക്കാനും തുടങ്ങി. ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാവോ? അല്ല, വരാൻ പറഞ്ഞായിരുന്നല്ലോ. ഏട്ടന്റെ ആളെ കാണിച്ചു തരാന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിന് ഏറ്റവും നല്ലത് വീട് തന്നെയല്ലേ? നീ വരുന്നുണ്ടല്ലോ അല്ലേ? ക്യാബ് ബുക്ക് ചെയ്യട്ടെ? വേണ്ട ഏട്ടാ, ഞാൻ ബസ്സിൽ വന്നോളാം. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ഉള്ളപ്പോ അത് യൂസ് ചെയ്യണമെന്നാ പറയാ. പൊല്യൂഷൻ എന്ന് പറയും, ട്രാഫിക് എന്ന് പറയും. ഇങ്ങനെ കുറെ കാറും ബൈക്കും ഒക്കെ റോഡിലിറങ്ങിയ പിന്നെ എന്താ സംഭവിക്കുക? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബസ്സിലേ പോകുള്ളൂ എന്നൊരു തീരുമാനം എടുത്താൽ മാത്രം മതി. ഇവിടുത്തെ ട്രാഫിക് എത്രമാത്രം കുറയുന്നോ? മോളെ 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 കുഞ്ഞെ, എന്റെ കുറ്റവാ. നീ ഇങ്ങോട്ട് ബസ് കയറി വന്നാൽ മതി. അതാണ് ഏറ്റവും വലിയ പരിഹാരം. ഞാൻ അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വരാൻ ചേട്ടാ. ശരി, പതിയെങ്ങ് വാ. ശരി ഏട്ടാ, ബൈ. എടി സുബലക്ഷ്മി, നീ ശ്ലോകം ചൊല്ലുന്നത് സഹിക്കാൻ പറ്റും. അതിനൊരു താളമെങ്കിലും ഉണ്ട് അറ്റ്ലീസ്റ്റ്. എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? അതും ഈ കോഴി കൂവുന്നതിന് മുമ്പ് ആരോടാ സംസാരിക്കുന്നേ? സോറി. ഇന്ന് സൺഡേയാ മോളെ. അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഉറങ്ങിക്കൂടെ? നീ അല്ലാതെ വേറൊരു ജന്തു ഈ നാട്ടിൽ ഇത്ര നേരത്തെ എഴുന്നേക്കില്ല. എന്റെ ഏട്ടനോട് സംസാരിക്കായിരുന്നു. നിനക്കത് ബുദ്ധിമുട്ടായല്ലേ? എന്തേലും എഴുന്നേറ്റില്ലേ? ചൂടുവെള്ളം റെഡിയാ, പോയി ഫ്രഷപ്പ് ആയിട്ട് വാ. ചൂടുവെള്ളമല്ല, ടാപ്പിക്കൂടെ സ്വർണ്ണം ഒഴുകി വന്നാലും ഞാൻ നേരത്തെ എഴുന്നേക്കില്ല. ആക്ച്വലി ഇന്ന് എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട്. ഓ, എങ്ങോട്ടാ? ഞാനെന്താ ഇറങ്ങാൻ നിക്ക. നമുക്ക് ഒരുമിച്ച് പോയാലോ? ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട, നീ വിട്ടോ. എനിക്ക് കുറച്ചു നേരം കൂടെ ഒന്നും ഉറങ്ങാതെ വരാൻ പറ്റില്ല. എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിലേ തലയ്ക്ക് എന്തോ പോലെയാവും. നീ വിട്ടോ. ബൈ. ശരി, ബൈ. ഹലോ. ഹലോ മേഡം, തിരിഞ്ഞു നോക്കിക്കേ.
അവിടെ ആ നീല ചുരിദാറിട്ട് നിൽക്കുന്നത് നിങ്ങളല്ലേ? ഒന്ന് തിരിഞ്ഞു നോക്ക്, ഞാൻ ഇവിടെ ഉണ്ട്. നീല ചുരിദാറോ? എവിടെ? അതെ മാഡം, ഇവിടെ നമ്മുടെ ഈ ശനീശ്വരന്റെ അമ്പലം ഉണ്ടല്ലോ, അവിടെ തന്നെ. നിങ്ങളുടെ പുറകിൽ ഞാനുണ്ട്. ദേ നോക്കിക്കേ. അയ്യോ, അതെന്താ മാഡം? മാഡം, അതെന്താ അങ്ങോട്ട് പോകുന്നേ? മാഡം, എനിക്ക് ഫാസ്റ്റായിട്ട് നടക്കാൻ കഴിയില്ല. ഒന്ന് നിൽക്കുന്നേ, ഒന്ന് നിൽക്കൂ മാഡം. ഇല്ല റംസാറെ, നിങ്ങൾക്കെന്തോ മിസ്റ്റേക്ക് പറ്റിയതാ. നിങ്ങൾ പറയുന്ന അമ്പലത്തിലൊന്നും ഞാനില്ല. ഞാൻ എന്റെ PG-യിലാ ഉള്ളത്. PG-യിലോ? അതെവിടെയാ? ബസ്വേശ്വര നഗർ സുരക്ഷാ PG-യില്. നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ട് കൺഫ്യൂസ്ഡ് ആയതായിരിക്കും റംസാറെ. അയ്യോ, അതെ അല്ലേ? സോറി മാഡം, ഐ എം വെരി സോറി. ഒരു നീല ചുരിദാറിന്റെ കാര്യം പറഞ്ഞില്ലേ? പുറകിൽ നിന്ന് നോക്കിയാൽ നിങ്ങളെപ്പോലെ തന്നെ ഉണ്ട്. നിങ്ങളുടെ അതേ നടത്തം, നിങ്ങളുടെ അതേ ഡ്രസ്സിങ് സ്റ്റൈല്. ഞാൻ കരുതി നിങ്ങളായിരിക്കുമെന്ന്. അതെന്താണെന്ന് അറിയില്ല മാഡം. കുറച്ച് അടക്കമുള്ള കുട്ടികളെ കാണുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മ വരുന്നത്. എനിവേയ്സ്, നിങ്ങൾ കിടക്കുകയെന്ന് തോന്നുന്നു. സോറി ഡിസ്റ്റർബ് ചെയ്തേന്. ഏയ്, അത് കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഉണ്ട് മാഡം. അമ്പലത്തിൽ വന്നിട്ട് 4 പ്രദക്ഷിണം കൂടെ കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. എല്ലാം നിങ്ങൾ കാരണമല്ലേ? അയ്യോ, ഞാൻ എന്ത് ചെയ്തിട്ടാ? എനിക്കറിയാലോ നിങ്ങൾ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ലെന്ന്. പക്ഷേ നിങ്ങളുടെ സഹായം ഒരിക്കലും ഞാൻ മറക്കില്ല. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ. ബൈ. ബസ്വേശ്വര നഗറല്ലേ? സുരക്ഷ PG. ഇന്ന് സൺഡേ, ഓഫീസും ഇല്ല. ഓഫീസ് ഇല്ലാത്തത് കൊണ്ട് സീത ഇന്ന് എങ്ങനെ കാണും? ദിസ് ഇസ് നോട്ട് ഫെയർ. നടക്കില്ല സിഹി, പിസ ഒന്നും വാങ്ങിത്തരാൻ പറ്റില്ല. പ്ലീസ് സീതമ്മ, ഞാൻ പിസ ടേസ്റ്റ് ചെയ്തിട്ടില്ല, വാങ്ങി തരുവോ? സിഹി, ഇന്ന് ഓഫീസിന് എന്തായാലും അവധിയാ. വീട്ടിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി തരാം നിനക്ക്. ഉള്ളിവട ഉണ്ടാക്കിയാലോ? നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. വേണ്ട, നിനക്ക് എന്തായാലും അവധിയല്ലേ. നമുക്ക് പുറത്തു പോവാം, അവിടെ നിന്ന് പിസ കഴിക്കാം. ഇല്ല, പുറത്തു പോകാനൊന്നും കഴിയില്ല സിഹി. ഫോണിൽ ഓർഡർ ചെയ്തോ, പെട്ടെന്ന് വീട്ടിൽ കൊണ്ടു തരും. നിന്നെ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊതിപ്പിച്ചത് ആരാ? വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം മോളെ. ചപ്പാത്തി റോൾ ഉണ്ടാക്കി തന്നാലോ? നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തി കഴിച്ച് മടുത്തിട്ടുണ്ട്. എനിക്ക് സ്വീറ്റ് തിന്നാൻ വയ്യ. പിസയും കഴിക്കാൻ പാടില്ലേ? പ്ലീസ് സീതമ്മ, വാങ്ങിത്താ. കണ്ടോ എന്തൊരു വാശിയാ നിനക്ക്. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയോ? അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാ മോളെ. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 4 ദിവസം സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. പ്ലീസ് സീതമ്മ, പിസ വാങ്ങിത്താ. ഫ്രണ്ടാ വിളിക്കുന്ന സീതമ്മ. തന്നെ? ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഫീസ് ഇല്ലാത്തത് കൊണ്ട് നിന്നെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്തേ. നീ എന്തെടുക്കുക അവിടെ? ഇന്ന് എന്തായാലും സൺഡേ അല്ലേ, ക്ലീനിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞ്. അതെ, ഞാൻ സിഹിയോടൊന്ന് സംസാരിക്കട്ടെ? സംസാരിക്ക്. എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഐ മീൻ, നമ്മുടെ കാര്യം അവളോട് സംസാരിക്കാൻ വേണ്ടിയാ. വേണ്ട വേണ്ട, അവളോട് ഞാൻ ഇന്നലെ ഒന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ വേണ്ട, ഇപ്പൊ വേണ്ട. എന്താ നിങ്ങൾ എന്താ ഇത്ര പതുക്കെ സംസാരിക്കുന്നേ? ഞാനൊരാളിവിടെ ഉണ്ട്. This is too much.
സി എവിടെയുണ്ടോ? ഒന്ന് ഫോൺ കൊടുത്തേ. റാം, ഇപ്പൊ ഒന്നും പറയാൻ നിക്കല്ലേ, പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാം നമുക്ക്. ഐ നോ സീത, റിലാക്സ്. തന്നെ ഒന്ന് ജസ്റ്റ് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഞാൻ. അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കില്ല. നീ അവൾക്ക് ഫോൺ കൊടുക്ക. ഹായ് മൈ ഡിയർ ലിറ്റിൽ ഫ്രണ്ട്, എന്താ പരിപാടി? എനിക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞ് സീതമ്മ എടുത്ത് വാശി പിടിച്ചിരിക്കുക. അതിന് വാശി പിടിക്കുന്ന എന്തിനാ? നിനക്കിപ്പോ പിസ്സയല്ലേ വേണ്ടത്? ഞാൻ ഓർഡർ ചെയ്യട്ടെ? വേണ്ട ഫ്രണ്ട്, സീതമ്മ പെർമിഷൻ തന്നാലേ ഞാൻ പിസ്സ കഴിക്കുള്ളൂ. പക്ഷെ ഒരു പിസ്സയുടെ പൈസ ഉണ്ടെങ്കിൽ 4-5 ആൾക്കാർക്ക് ഫുഡ് കഴിക്കാന്നാ സീതമ്മ പറയുന്നേ. ഫ്രണ്ട്, സീതമ്മ പിശിക്കുക. പിസ്സ വരെ വാങ്ങിത്തരില്ല, അറിയോ? ഞാൻ ഇതുവരെ പിസ്സ കഴിച്ചിട്ടില്ല, ടേസ്റ്റ് ചെയ്തിട്ടുമില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ സ്കൂളിലേക്ക് പിസ്സ കൊണ്ടുവരും. ചീസി ചീസി, യമ്മി യമ്മി എന്നൊക്കെ പറയും. എനിക്കും കഴിക്കാൻ കൊതിയുണ്ടാവില്ലേ ഫ്രണ്ട്? അതിനെന്തിനാ എന്റെ സീമോള് വിഷമിക്കുന്നത്? ഞാനില്ലേ ഇവിടെ. ഇന്ന് നമ്മൾ പിസ്സ കഴിച്ചിരിക്കും, ഓക്കെ? ഇന്നോ? ഇന്ന് നിന്റെ ഫസ്റ്റ് പിസ്സ എന്റെ കൂടെ. ഇറ്റ്സ് എ ഡീൽ, ഓക്കെ? ഓക്കെ ഫ്രണ്ട്, ഡീൽ. ബൈ. ഹേ, കട്ട് ചെയ്തോ നീ? ആ, സംസാരിക്കണായിരുന്നോ? ഒന്നുമില്ല. എന്തോ ഡീലെന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ അത്? നിന്നോട് എന്തിനാ പറയുന്നത്? ഇത് എന്റെയും ഇതെന്റെ ഫ്രണ്ടിന്റെയും സീക്രട്ടാ. എന്നോട് പറയില്ലേ? നോ. നടപ്പൊക്കെ കണ്ടിട്ട് നമ്മുടെ സുബലക്ഷ്മിയെ പോലെ ഉണ്ടല്ലോ. ഏയ്, വണ്ണനുള്ളിൽ സുബലക്ഷ്മി എന്താ ഈ വഴിക്കൊക്കെ നടന്നു പോകുന്നേ? അമ്പലത്തിന്റെ അടുത്ത് വരെ ഞാൻ ബസ്സിലാ വന്നത്. ഇനിയിപ്പം നേരെ ഏട്ടന്റെ അടുത്തേക്ക്. ഏയ്, അത് കൊള്ളാലോ. നിന്റെ ഏട്ടന്റെ വീട് ഈ റൂട്ടിലാ? വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ അത് വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. നടന്നെന്ന് കരുതി ഈ ചൂടത്ത് വൈറ്റമിൻ ഡി ഒന്നും കിട്ടില്ല ബോഡിക്ക്. ഉള്ള വൈറ്റമിൻ ഡി ഉരുക്കി തീരും. വാ, വന്ന് പെട്ടെന്ന് വണ്ടി കയറാൻ നോക്ക്. അയ്യോ അതല്ല, വെറുതെ നിങ്ങൾ ലേറ്റ് ആവണ്ടല്ലോ. ലേറ്റ് ആവാനൊന്നുമില്ല. പോകുന്നതേ എന്റെ ചെറുക്കന്റെ വീട്ടിലേക്കാ. അവനും ഒരു ദിവസം ഒന്ന് കാത്തിരിക്കട്ടെ. അത് നിന്റെ ചേട്ടന്റെ വീട് ഈ റൂട്ടിലാണെങ്കിൽ കുറച്ച് ദൂരം കൂടി കാണും. വാ, നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ആ വഴിക്ക് അങ്ങ് പൊക്കോളാം. ആ, വീട് എവിടെയാ? ലാസ്റ്റ് ലെഫ്റ്റ്, രണ്ടാമത്തെ വീടാ. ഓ, ഇത് കണ്ടോ? ഈ ലൊക്കേഷനും അങ്ങോട്ട് തന്നെയാ കാണിക്കുന്നത്. ചിലപ്പോ നിന്റെ ചേട്ടന്റെ വീടിന്റെ അടുത്ത് തന്നെയായിരിക്കും എന്റെ ചെറുക്കന്റെ വീട്. വാ, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശരി. ഇവിടെ നിർത്തിയാൽ മതി. ഇവിടെ, ഇവിടെയും. ഇതാ ഏട്ടന്റെ വീട്. ഓ നൈസ്, നല്ല വീടാണല്ലോ. വാ, കേറിയിട്ട് പോവാം. പിന്നെ ആവട്ടെ, അവനോട് വെയിറ്റിംഗ്. ഇത് കണ്ടോ? എന്റെ ലൊക്കേഷൻ ഇവിടെ എന്റെ ആയല്ലോ. ഇതിപ്പോ എന്റെ ചെറുക്കനും നിന്റെ ചേട്ടനും ഒരുമിച്ചാണോ താമസം? അതായത് അപ്പൊ നീ അപ്പോ ഇതെന്താ ഇത്രയും നേരമായിട്ട് ആരെയും കാണുന്നില്ലല്ലോ? ഹേയ്, വാട്ട് എ സർപ്രൈസ്! രണ്ടാളും ഒരുമിച്ച് ഒരേ സമയത്ത് എത്തിയല്ലോ. എടുത്തി സുബലക്ഷ്മി, ഓ മൈ ഗോഡ്.
അച്ഛാ ഇതാ നോക്ക്, ഈ കുട്ടിയൊന്ന് നോക്ക്. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ മതി അച്ഛാ. ഓ, ഇതെന്താ നീ ഇത്രയധികം ഫോട്ടോസ് കാണിക്കുന്നേ? പിന്നെന്താ ചെയ്യാ, അശോകിന്റെ കല്യാണം കഴിഞ്ഞാലേ ഞാൻ കല്യാണത്തിന് സമ്മതിക്കുമെന്നും പറഞ്ഞ ഒരാള് വാശി പിടിച്ച് നിൽക്കുമല്ലേ. അതുകൊണ്ട് ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ പ്രോസസ്സ് എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ടാ. അതിലേത് കുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. നിന്നെ പോലെ ഒരാളുണ്ടായാൽ മതി, ജോലിയൊക്കെ അതിന്റെ വഴിക്ക് കിടക്കുന്നത്. എനിക്ക് ടെൻഷൻ ഉണ്ടാവുകയില്ല. മുത്തശ്ശ, മേമ, എനിക്ക് കുറച്ച് അർജന്റ് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാം കേട്ടോ. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ജോലിയുണ്ട്. ഇതിലാരെയാ നിനക്ക് ഇഷ്ടപ്പെടുന്നു നോക്കിക്കേ. ആർക്ക്? മുത്തശ്ശ, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ആദ്യം അശോകിന്റെ കല്യാണം നടക്കട്ടെ, എന്നിട്ട് മതി എന്റെ കല്യാണം. ഈ കാണുന്നതിനൊന്നും എനിക്ക് വേണ്ട. ഇതല്ലെങ്കിലും നിനക്കല്ല, നിന്റെ ആത്മമിത്രത്തിന് വേണ്ടിയാ. അല്ല, അവൻ ആരാ ഉള്ളത്? നമ്മള് തന്നെ വേണ്ട അവന്റെ കല്യാണം നോക്കി നടത്തി കൊടുക്കാൻ. നിന്റെ ആത്മമിത്രത്തിനെ ഇതിലേത് കുട്ടിയാ നല്ല പൊരുത്തുള്ളതെന്ന് നോക്കി. മുത്തശ്ശ, മേമ, ഇതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അശോകിനെയും അവൻ കെട്ടാൻ പോകുന്ന പെൺകൊച്ചിനെയും രണ്ടുപേരെ ഞാൻ പിടിച്ചുകൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പ് ഇനർത്താം. ഓക്കെ അല്ലേ? അപ്പോ പെണ്ണിനെ നീ കണ്ടെത്തി കഴിഞ്ഞോ? അപ്പോ അല്ലട, അശോക് ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? മേമ, എല്ലാം ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം. ഇപ്പൊ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ. അതേതായാലും ഫിക്സ് ചെയ്തോ. നീ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ അവന്റെ കല്യാണത്തിനൊന്ന് ഞാനങ്ങ് ഫിക്സ് ചെയ്യുവേ, കേട്ടല്ലോ? ഓക്കെ മുത്തശ്ശ, ഡീൽ. താങ്ക് യു മോളെ. ചേച്ചി താങ്ക് യു. ചേച്ചി, ചേച്ചിയുടെ സംശയം ശരിയായിരുന്നു ചേച്ചി. നമ്മുടെ അശോകിന് ഓൾറെഡി ഒരാളുണ്ട്. ആണോ? നിനക്കെങ്ങനെ അറിയാം? നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, പഴയ വീട്ടില്. പിന്നെ ഫംഗ്ഷൻ ഇങ്ങോട്ടും വന്നിരുന്നു. കാണാൻ നല്ല തക്കാളി പഴം പോലെ ഇരിക്കുന്ന ചേച്ചി. ചേച്ചി എന്തായാലും കണ്ടിട്ടുണ്ടാവും. ആണോ? ആരെയും അങ്ങ് ഓർമ്മ വരുന്നില്ലല്ലോ. എന്തായാലും കണ്ടിട്ടുണ്ടാവും, മറന്നു പോയിട്ടുണ്ടാവും ചേച്ചി. അവള് അന്ന് അശോകിന്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ ആ കുട്ടി തന്നെ ആവാനാ സാധ്യത എന്നാ തോന്നുന്നേ. നമ്മുടെ അശോകിന് തക്കാളിപ്പഴം പോലത്തെ പെണ്ണിനെ വേണോ? അശോക് വളരെ ലക്കിയല്ലേ. ഒന്നും ചെയ്യാതെ അവന് വലിയൊരു ബംഗ്ലാവ് കിട്ടി. അച്ഛനും അമ്മയും ഇല്ലെങ്കിലും നിങ്ങൾ മുന്നിൽ നിന്ന് കല്യാണം നടത്തി കൊടുക്കും. ഇതിൽ കൂടുതലൊക്കെ എന്താ വേണ്ടത്? അവന്റെ പെണ്ണിനെ ഒന്ന് കാണണമല്ലോ. നിങ്ങൾ രണ്ടാളും റൂംമേറ്റ്സ് ആണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ആക്ച്വലി ഇവള് നിങ്ങളുടെ അനിയത്തിയാണെന്ന് ഒരു ക്ലൂ പോലും എനിക്ക് കിട്ടിയില്ല. ഇത്രയും ദിവസം എന്നെ പൊന്നുപോലെ നോക്കിയത്. ഞാൻ സമയം കിട്ടിയപ്പോഴൊക്കെ ഇവളെ കളിയാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് സോറി. സോറി. അയ്യോ, അതൊന്നും കുഴപ്പമില്ല. സോറിയുടെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും പറയല്ലേ. സുബലക്ഷ്മി, പേരെന്തായാലും കൊള്ളാം. സുബലക്ഷ്മിയാണോ നീ? ഇല്ലല്ല, അങ്ങനെ അവളുടെ സ്വഭാവവും അവളുടെ ആചാരം, സംസാരം, മന്ത്രങ്ങള്, ഓ മൈ ഗോഡ്, അവളുടെ സ്വപ്നങ്ങൾ വരെ അങ്ങനെയാ. ശരിക്കും സുബലക്ഷ്മി ഇവള്. അഞ്ജു, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഐ എം റിയലി സോറി. വിഷമിക്കാൻ നിൽക്കല്ലേ ചേച്ചി. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എന്റെ ഏട്ടനെ ഞാൻ ഇത്രയും സന്തോഷമായിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. എന്റെ ഏട്ടന്റെ ലൈഫിലേക്ക് നിങ്ങൾ വന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ മനസ്സിലുള്ളത് അതുപോലെ പറയും, ഒരുപാട് ചിരിപ്പിക്കും. എന്റെ ചേട്ടൻ ശരിക്കും ലക്കിയ. അല്ല, ആക്ച്വലി ഞാനാ ലക്കി. കാണുന്നവർക്കൊക്കെ ഞാനൊരു കോമഡി കഥാപാത്രം മാത്രമായിരുന്നു. പക്ഷെ അശോകിന്റെ ലൈഫിലേക്ക് വന്നപ്പോൾ എന്റെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായി. നിങ്ങളെ രണ്ടാളും നല്ല പൊരുത്തമാ. താങ്ക്സ് ബാബുജി. സിഹി, നിനക്ക് ചപ്പാത്തി റോൾ ഉണ്ടാക്കി തരട്ടെ? അല്ലെങ്കിൽ ഇവിടെ അനാർ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി തരാം. രക്തമൊക്കെ ഉണ്ടാവാൻ നല്ലതാ അത്. പാനിപൂരി പാർട്ടിയൊക്കെ
നടത്തിയതല്ലേ. പിസ്സ പാർട്ടി നടത്താ സീതമ്മ, വാ. നീ ഇപ്പോഴും ആ കാര്യം വിട്ടില്ലേ? പിസ്സ എവിടുന്ന് വന്നു? ഞാനൊന്നും ഓർഡർ ചെയ്തില്ലായിരുന്നല്ലോ. സിഹി, സത്യം പറ, നീ നിന്റെ ഫ്രണ്ടിനെ കൊണ്ട് ഓർഡർ ചെയ്തതാണോ ഇത്? ഫ്രണ്ട് ഓർഡർ ചെയ്തതല്ല, ഫ്രണ്ട് തന്നെ കൊണ്ടുവന്നു. ഫ്രണ്ട്, നീയാണോ? ബാ. ഇറ്റ്സ് ഫോർ യു. താങ്ക് യു ഫ്രണ്ട്. സോറി, പെർമിഷൻ ചോദിക്കാതെ ഞാൻ അകത്തേക്ക് വന്നതിന്. എന്നെ വഴക്ക് പറയല്ലേ. നിനക്കൊരു കാര്യം അറിയാവോ? ഞാൻ റാമാണെന്ന് ഇവിടെ ആരും തിരിച്ചറിഞ്ഞേയില്ല. ഞാൻ കാർ എടുത്തില്ല, സ്യൂട്ട് ഇട്ടില്ല. ഓക്കെ റൈറ്റ്? താങ്ക് യു ഫ്രണ്ട്. ഈ പിസ്സ തന്നതിന് ഞാൻ ഓപ്പൺ ചെയ്യട്ടെ? ഷോ. എത്ര വലിയ പിസ്സയാ ഫ്രണ്ട്. ഇതൊക്കെ ചീസിയാണോ? അവളെ നോക്കി, എത്ര ഹാപ്പിയല്ലേ. ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാൻ ജീവനിൽ